Okay. ഇനിയാണല്ലോ. Sir. So write down a problem based on normal shock. A jet of air at 273 Kelvin, and 69 kilopascal, 69. A jet of air at 273 Kelvin and 69 kilopascal has an initial Mach number of 2. Has an initial Mach number of 2. Initial Mach number of 2. If it passes through a normal shock wave, if it passes through a normal shock wave, determine at downstream of the shock. Determine at downstream of the shock. Determine at downstream of the shock. Determine downstream of the shock. Okay. First Mach number, pressure, temperature, density, speed of sound, and jet velocity. So here question is asked that a jet of air, okay, a jet of air have an initial Mach number, അതായത് ഒഴുകുന്ന സമയത്തുള്ള Mach number, അതിന് Mach number ഉണ്ട്, that is 2. It is at 273 Kelvin and 69 kilopascal. If it passes through a normal shock wave, അതിനൊരു Mach നമ്പറോട് കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു ജെറ്റ് അല്ലേ, ഇനീഷ്യൽ ആയിട്ട് ഒരു Mach നമ്പറോട് കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു എയർ ജെറ്റ് ആണ്. അത് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പാസ് ത്രൂ എ നോർമൽ ഷോക്ക് വേവ്. ഡിറ്റർമൈൻ എ ഡൗൺ സ്ട്രീം ഓഫ് ദ ഷോക്ക്. സോ എക്സിന്റെ കാര്യങ്ങളൊന്നും കാണാനല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡൗൺ സ്ട്രീമിന്റെ കാര്യങ്ങളാണ്. ഡൗൺ സ്ട്രീം ഓഫ് ദ ഷോക്ക് വേവ് ആസ് Mach number, that is my, pressure Py, temperature Ty, density Rho y, speed of sound Ay, jet velocity Cy. Okay, we want to find the all properties at the exit of the shock, means downstream of the shock. So here ആദ്യം പറഞ്ഞിരിക്കുന്ന Mach number M1 ആണോ, Mx ആണോ, M2 ആണോ, My ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ jet of air അല്ലെങ്കിൽ for a convergent nozzle air is passing എന്നൊക്കെ പറഞ്ഞിട്ട് shock wave is happening, or shock wave is there at the center or middle of the nozzle എന്ന് പറയാം, or end of the nozzle എന്ന് പറയാം, or initially starting of the nozzle എന്ന് പറയാം. എങ്ങനെ വേണം ചോദ്യം പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് jet of air 270 Kelvin and 16 kilopascal as an initial Mach number of 2. Initial Mach number 2 ഉണ്ട്. അത് ഏതിലോട്ട് പാസ് ചെയ്യുന്നു പറഞ്ഞത്? If it passes through a normal shock wave, അപ്പോൾ നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്യുന്ന ജെറ്റിന്റെ Mach number ആണ് 2 അല്ലേ. എനിക്ക് ഡൗൺ സ്ട്രീം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് Mach number. അപ്പോൾ ഡൗൺ സ്ട്രീം Mach number അല്ല ചോദിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാം, തന്നിരിക്കുന്നത് മനസ്സിലാക്കാം. Mach number 2, it is not My. സോ നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്യുന്ന ജെറ്റിന്റെ Mach number ആണ് 2. That means the given Mach number is Mx. Mx equal to 2. നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്യുന്ന ജെറ്റിന്റെ Mach number ആണ് 2. അത് M1 ആണെന്ന് ഡൗട്ടുള്ള ആൾക്കാർ ക്ലാസ്സിലുണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അത് M1 ആണ് എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ജെറ്റ് ഷോക്ക് ഉണ്ടാവുന്നത് പകുതിക്കാണ്, സെൻട്രലാണ്, അല്ലെങ്കിൽ ഇത്ര Mach numberലാണ് എന്നൊക്കെ വരെ തന്നെ തരും. ഇവിടെ അതൊന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജെറ്റ് ഓഫ് എയർ ഉണ്ട്, Mach number 2 ഉണ്ട്, അത് ഷോക്കിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ here given Mach number is Mach number of normal shock wave starting, that is upstream Mach number, that is Mx. Mx equal to 2, right?
So temperature at that position is given 273 Kelvin. That is Tx is given 273. Tx ആ സമയത്തുള്ള ജെറ്റിന്റെ temperature ആണ് 273 Kelvin. Tx. Px is also given 69 kilopascal. Given data. Px is also given 69 kilopascal. So Mach number, temperature, and pressure at upstream, that is mx, px, and tx is given. So here എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? m by py, ty, rho y, ay, and cy. These all things are we find out. Okay. So tx കാണാം, ty കാണാം, tx അറിയാം, ty കണ്ടുപിടിക്കാം, px അറിയാം, tv കണ്ടുപിടിക്കാം. അപ്പോൾ റോ എക്സ് അറിഞ്ഞാൽ റോ വൈ നമുക്ക് കണ്ടുപിടിക്കാം, ax അറിഞ്ഞാൽ a y നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് വലിയ വിഷമമൊന്നുമില്ല, ആ ഇക്വേഷൻ കിട്ടും. അപ്പോൾ റോ എക്സ് എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഡാറ്റ ബുക്ക് എടുക്കാം. ഡാറ്റ ബുക്ക് ഏറ്റവും മാക് നമ്പർ ഫോർ നോമോഷോപ്പ് ഡാറ്റ. എല്ലാവരും എടുത്തോ ഡാറ്റ ബുക്ക്. എല്ലാവരും കൂടി ഒരു കാര്യം പറയാം, അതായത് അടുത്ത ആഴ്ചത്തോട് ഡാറ്റ ബുക്ക് ഇല്ലാതെ ക്ലാസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു ഉണ്ടാവില്ല. ഡാറ്റ ബുക്ക് നിർബന്ധമായി വാങ്ങിക്കണം. എയർവാക്കും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായി ഇങ്ങോട്ട് വാങ്ങാൻ പറയുന്ന ഒരു കാര്യം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പ്രോബ്ലം പേപ്പർ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ 2, 3, 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് ഡാറ്റ ബുക്ക് നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്കും അങ്ങനെ എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ ടേക്ക് യുവർ ഡാറ്റ ബുക്ക് അറ്റ് നോർമൽ ഷോക്ക് ടേബിൾ. നോർമൽ ഷോക്ക് ടേബിൾ അറ്റ് ഗാമ 1.4. ഇറ്റ് മീൻസ് എയർ ആണ് തന്നിരിക്കുന്നത്. സോ ഗാമ ഈക്വൽ 1.4. So take your data book at the section where normal shock and gamma 1.4. Normal shock gamma 1.3 table now. So normal shock table at gamma 1.4. I think it will be at section at 56, 55, 56 something page 55, 54, 53, right? So here given at from isotropy table, write down from isotropy table at mx equal to 2 and gamma 1.4. mx equal to 2 and gamma 1.4. mx equal to 2 means page number 53 in my 8th edition. 8th edition data, it is there at 53. So നിങ്ങൾ എത്രയാണെന്ന് നോക്കുക. Then write down that we needed to find. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതൊക്കെ വരുന്ന സാധനമൊക്കെ എഴുതി വെക്കാം. എന്തൊക്കെയുള്ളത്? റോ വൈ എന്നും റോ എക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ ഹിയർ ഫ്രം ദിസ് ടേബിൾ വി വിൽ ഗെറ്റ് ദ വാല്യൂസ് ഓഫ് my will be, what is the value of my? What is the value of my? 0.577. Yes, very good, very good. ഈ റെസ്പോൺസ് ആണ് എനിക്ക് ആവശ്യം. my is 0.577, right? Then py by px is also there. That is the 4.5, right? 4.51. 4.50001. 4.5. Also ty by tx is there. Ty by tx. This is the value. 1.687. 1.687, very good. 1.687. So അത്രയും ഡാറ്റ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പത്തുള്ളത് P0 by P0 x ആണ്. നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ആവശ്യമില്ല. ലാസ്റ്റ് ഉള്ളത് P0 by Px ആണ്. P0ന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. So from here question itself we already get the values of my കിട്ടി കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is to find the Mach number at a downstream. my is already given. ഇത്രയും സിമ്പിൾ ആണ് ചോദ്യം. my കിട്ടി കഴിഞ്ഞു. Then Py by Px is 4.5. നമുക്ക് Px ഉണ്ട്. So directly we can find the value of Py. We already know the value of Px, 69 kilopascal. Therefore Py equal to 4.5 into 69 something kilopascal ആയിരിക്കും ഉത്തരം കിട്ടും for pressure. And also temperature Ty we can get as 1.687 into Tx. Tx is given as 273 Kelvin. 273. You get the value for Ty. Right? Directly you will get the value for Ty and Py. So calculate it.
ഒറ്റക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയതായിരിക്കാം. നിങ്ങൾ ഫസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ മനസ്സിലായതാണ്. പ്രോബ്ലം ചെയ്ത് ബാധിക്കാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ പ്ലീസ് നിങ്ങളോട് തന്നെ എത്തിച്ചേരും, ഒറ്റക്ക് ചെയ്ത് പഠിക്കുക. So what is the value for Py? 310.5 kilopascal. Yes, very good. 310.5. And also Ty? 460.5. 463. X ഉള്ളത് 463.925 ആണ്. നിങ്ങൾക്ക് എത്ര കിട്ടിയുള്ളതെന്ന് വെച്ചാൽ അത് നോക്കുക. 3.55. 55 ആണോ? നിങ്ങൾക്ക് എത്ര കിട്ടിയുള്ളത്? അത് വാല്യൂസ് ഒക്കെ മാറ്റപ്പെടാനൊക്കെ ശ്രമിക്കുക. അതായത് 1.687 × 273. ഓക്കെ, 273 ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അത് 275 വെച്ചാണ് ചെയ്തത്. അതാണ് അങ്ങനെയുള്ള ചെറിയ വ്യക്തികളാണ് നിങ്ങൾക്ക് എയർവാക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണാൻ കഴിയുക. ഞാനിപ്പോൾ എയർവാക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് 275 വെച്ചിട്ടാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലം, ഈ സെക്ഷൻ മാത്രം 273 ആണ്. സോ നിങ്ങൾക്ക് കിട്ടിയത് 463.55 ആണ്. ഓക്കെ, Ty. So temperature, pressure, magnetism is what? Density, speed of sound and jet velocity. Density, speed of sound നോക്കിയാലോ? Speed of sound. Density is also, density is rho y. Rho y. We know that rho P equal to rho RT. P equal to rho RT. Therefore, rho equal to P by RT, right? Rho equal to P by RT. So here rho y is the rho y. Rho y means Py by RTy, right? Py by RTy. Direct equation കിട്ടും. Py by RTy. So here Py must be taken into Pascal. Kilo Pascal ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. Py ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവുക. So take that value in Pascal. Into 10⁵ കൊടുത്താൽ Pascal ആയി. സോറി, പാസ്കൽ ആകണ്ട, ബാറല്ലോ അല്ലെ, പാസ്കൽ കിലോ പാസ്കലാണ്. 10⁵ കൊടുത്താൽ മതി. കിലോ ഒഴിവാക്കാം. That is 310.5 is the Py. 310.5. 310.5 into 10⁵ divided by R value is 287 for air. R value is 287 for air into Ty. Ty you have got that 463.55. 463.55. You will get the density value in kilogram per meter cube. Kilogram per meter cube. Kilogram per meter cube. So 2.34. 2.34. ആയിരിക്കും 2.6 സംതിങ് ആണ് വരിക. ഒരു ടെമ്പറേച്ചർ മാറി, അവർ തന്നെ കാര്യങ്ങൾ മൊത്തം മാറിയിട്ടുണ്ടാവും. 2 സംതിങ് ആണ് വരിക. 2.34 ആണ്. 34 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എനിക്ക് ഇത് കറക്റ്റ് ഉത്തരമില്ല. നിങ്ങൾ ചെയ്യുന്നു ശരിയായിരിക്കാം. ഇവിടെ വേറൊരു രീതിയിൽ ചെയ്തിരിക്കുക എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ ആ ഒരു ഐഡിയ കൂടി മനസ്സിലാക്കി വെച്ചോ. അതായത് ഇവർ ചെയ്തിരിക്കുന്നത്, വി ഓൾറെഡി നോ ദാറ്റ് rho x equal to Px by RTx. Px by RTx. Rho x value is rho x density. ഓക്കെ, അങ്ങനെ rho x ശരിയാണ്. സോ ഇവിടെ വേറെ രീതിയിലും ചെയ്യുന്നത് നോക്കണ്ട. റോ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോ എക്സ് ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. റോ എക്സ് പി എച്ച് ബി ആർ ടി എക്സ് എങ്ങനെ ചെയ്ത കാര്യം നമുക്ക് റോ വൈ നമുക്ക് അറിയാമല്ലോ. പി വൈയും ടി വൈയും അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി പി വൈയും ടി വൈയും കണ്ടുപിടിക്കാനുള്ള വകുപ്പില്ല എങ്കിൽ, അതായത് പി വൈയും ടി വൈയും അറിയില്ല പക്ഷേ പി വൈ പി എക്സ് നിങ്ങൾക്ക് കിട്ടാമെങ്കിൽ, ദാറ്റ് ഈസ് ഫ്രം ഡാറ്റ ബുക്ക് പി വൈ പി എക്സ് കിട്ടുമല്ലോ, ഏറ്റവും മാക് നമ്പർ. അങ്ങനെ ടി വൈ ബൈ ടി എക്സും കിട്ടും.
അങ്ങനെ കിട്ടും. പക്ഷേ പി വൈ സ്പെസിഫിക്കായി അറിയില്ല, പി എക്സും അറിയില്ല. പി വൈ അറിയില്ല, ടി എക്സും അറിയില്ല എന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ്, അതായത് റോ എക്സ് ഈക്വൽ ടു പി എക്സ് ബൈ ആർ ടി എക്സ്, റോ വൈ ഈക്വൽ ടു ടി വൈ ബൈ ആർ ടി വൈ. സോ റോ വൈ ബൈ റോ എക്സ് ചെയ്യാം. റോ വൈ ബൈ റോ എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി വൈ ബൈ ആർ ടി വൈ ഇൻറ്റു അല്ല ഹോൾ ഡിവൈഡഡ് ബൈ പി എക്സ് ബൈ ആർ ടി എക്സ്. അത് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പി വൈ ബൈ ആർ ടി വൈ ഇൻറ്റു ആർ ടി എക്സ് ബൈ ടി എക്സ്, റൈറ്റ്? സോ ഇവിടെ എന്ത് കിട്ടി? ഇങ്ങനെ ചെയ്തെങ്കിൽ ആറിന് പകരം കട്ടായി പോകും, 6 പകരം കട്ടായി പോകും. എന്നിട്ട് പി വൈ ബൈ പി എക്സ് ഇവിടെ ഉണ്ട്, ആ വാല്യൂ നിങ്ങൾക്ക് ഡാറ്റ ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. പി വൈ പി എക്സ്, ടി എക്സ് ബൈ ടി വൈ ആണുള്ളത്. ടി വൈ ബൈ എക്സ് ഇവിടെ ഉണ്ടാവും, റെസിപ്രോക്കൽ എടുക്കാം. ആ രണ്ട് വാല്യൂ നിങ്ങൾക്ക് ഡാറ്റ ബുക്ക് കിട്ടിയ വാല്യൂ, അതായത് നിങ്ങൾക്ക് റേഷ്യോ മാത്രമേ കിട്ടുന്നുള്ളൂ, ഓരോന്നിൻ്റെ വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടും? ടി വൈ ബൈ എക്സിന് സംതിങ് 0.566 എന്നുള്ള വാല്യൂ കിട്ടും, അങ്ങനെ കിട്ടും. അത് കിട്ടുന്നതായിരിക്കും റോ വൈ ബൈ റോ എക്സ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും 3 തന്നിട്ടുണ്ടെങ്കിൽ റോ എക്സ് തന്നിട്ടുണ്ട്, റോ വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, വളരെ സിമ്പിളായിട്ട്. ഇതാണ് വേറൊരു മെത്തേഡ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം പി വൈ ആൻഡ് ടി വൈ ഇസ് ഓൾറെഡി നോൺ വാല്യൂ. സോ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് റോ വൈ. And next question is a sound velocity. Velocity of sound at downstream ay. Ay means a is root gamma rt. Root gamma rt. So ay means root gamma ty. Root gamma ty. Ty is already known value, r 287, gamma 1.4. You can directly find the value of ay. Very simple. And last question is cy. Cy means m equal to c by a. Therefore, c equal to m into a, cy equal to my into ay. Ay നമുക്ക് കിട്ടും, my അത് കിട്ടിക്കഴിഞ്ഞ ഡാറ്റ കിട്ടുന്നു. സോ my by ay is cy will be in meter per second and ay is also meter per second. Okay, it's a very simple problem dealing with normal shock wave for the purpose to find the whole value, whole properties of the downstream, whole properties of downstream. അതിൽ കണ്ടുപിടിക്കാം കേട്ടോ, ഇതുപോലെ. കിട്ടിയോ? So 248.21. 248. my അല്ലേ? അല്ല സോറി, ഡൗൺ സ്ട്രീം വെലോസിറ്റി സി വൈ അല്ലേ? എ വൈയോ? 430. ഓക്കെ ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. സോ ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. Okay, so we had time to do one more problem, right? Problem ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. സോ ഇതിനെ വേറെ രീതിയിൽ നമ്മൾ ഐസോമോർ ടേബിളും കൂടി റെഫർ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് അഥവാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ ബന്ധപ്പെടുന്ന ഒരു പ്രോബ്ലം അതൊന്ന് എഴുതിയത് ചെറിയ പ്രോബ്ലമാണ്, അത്രയും ചെയ്യാനില്ല,
എന്താണ് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് ആ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഫ്രം നോർമൽ ഷോക്ക് ഓർ ഐസോബാരിക് വേവ്. So please let us know the problem related to normal shock wave, that is a turbojet engine. A turbojet engine works at a Mach number of 1.3. Works at a Mach number of 1.3. At an altitude of 15,250 meters altitude. Turbojet engine works at a Mach number of 1.3 at an altitude of 15,250 meter. In bracket, temperature equal to 218 Kelvin. Temperature equal to 218 Kelvin. And pressure equal to 0.118 bar. Temperature equal to pressure equal to 0.118 bar. Temperature equal to 218, pressure equal to 0.1 bar. A normal shock occurs ahead of its inlet diffuser. Ahead of its inlet diffuser. Ahead of this inlet diffuser. Ahead of this inlet diffuser. Determine the Mach number and stagnation pressure. Determine the Mach number and stagnation pressure. Determine the Mach number and stagnation pressure after the shock. And again, what is the percentage of stagnation pressure loss? What is the percentage of stagnation pressure loss across the shock? So here, question is asked that a turbojet engine works at a Mach number of 1.3 at an altitude of 15,000 to here temperature is 218 Kelvin, pressure is 0.0118 bar. A normal shock occurs ahead of its inlet diffuser. Okay. Determine the Mach number and stagnation pressure after the shock. So question ഇപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. അതായത് തന്നിരിക്കുന്നത് ഏതാണെന്നൊക്കെ നമുക്ക് ഫിഗർ വരച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. ഫിഗർ വരയ്ക്കുക അതിൻ്റെ എവിടെയാണ് ഷോക്ക് വരുന്നത് കാണിക്കണം. അതിന് മാർക്കൊക്കെ ഉണ്ടാവും. അത് നോക്കുന്നവർ പ്രത്യേകം മാർക്ക് കിട്ടും. So it is the diffuser. Okay. So question is asking like that. A normal shock is occurring ahead of its inlet diffuser. Inlet diffuser കഴിഞ്ഞിട്ടോ മുന്നിൽ അല്ല inlet diffuser ഇൻലെറ്റ് കഴിഞ്ഞ പാട് അല്ലെ ahead of its inlet diffuser. ഇൻലെറ്റ് കഴിഞ്ഞ ഉടനെയാണ് സംഭവിക്കുന്നത്. സോ അതായത് ഇവിടെ ഒരു ഷോക്ക് സംഭവിക്കും ഇൻലെറ്റ് കഴിഞ്ഞ ഉടനെ. അപ്പൊ ഇൻലെറ്റ് തന്നെ, അതായത് ഇൻലെറ്റിന് മുമ്പിലല്ല, ഇങ്ങനെ വേണം സംഭവിക്കാം. അതായത് ഇവിടെ സംഭവിക്കാം, ഇൻലെറ്റ് തന്നെ ഇൻലെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ Mach number അടുത്തും ബാക്കി Mach. അപ്പൊ ഇവിടെ അതന്നെ എഹെഡ് ഓഫ് ഹിസ് ഇൻലെറ്റ് ഡിഫ്യൂസർ കഴിഞ്ഞ അതിന്റെ ജംഗ്ഷൻ അവിടെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ അവിടെ എന്താണ് രണ്ട് Mach number ഉണ്ടാകുന്നത്, mx my ഉണ്ടാകുന്നത് mx my before and after. So here given a turbojet works at a Mach number of 1.3 എന്ന് പറയുന്ന ആ ഒരു Mach number എന്ന് പറയുന്നത് നമ്മുടെ
ഇൻഡക്റ്റ് ഡിഫ്യൂസറിന്റെ മാക് നമ്പറാണ് അല്ലേ? കാരണം എക്സിറ്റ് ആണോ എന്ന് സംശയമുള്ളവർക്ക് ചോദിക്കാം. പക്ഷേ എക്സിറ്റ് അല്ല. കാരണം എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് determine the Mach number and stagnation pressure after the shock. My is to be find out. So here my is not given. So here ahead of its inner diffuser. Ahead ആണ് സംഭവിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിൽ ഉണ്ടാകുന്നത് ഇൻലെറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? മുന്നിലുള്ള മാക് നമ്പർ അല്ലേ? ഷോക്കിന് മുന്നിലുള്ള മാക് നമ്പർ അല്ലേ എം എക്സ്? ഷോക്കിന് മുന്നിലുള്ള മാക് നമ്പർ ആണല്ലോ എം എക്സ്. അപ്പോൾ ഷോക്ക് എവിടെയാണ് ഉണ്ടാകുന്നത്? ഇൻലെറ്റ് കഴിഞ്ഞ ഉടനെ. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള മാക് നമ്പർ പറഞ്ഞാൽ ഇൻലെറ്റ് മാക് നമ്പറാണ് അല്ലേ? ലോജിക്ക് മനസ്സിലായോ? ഇൻലെറ്റ് കഴിഞ്ഞ ഉടനെയാണ് ഷോക്ക് ഉണ്ടാകുന്നത്. സോ അതിന് തൊട്ട് മുമ്പിലുള്ള മാക് നമ്പറാണ് നമ്മൾ എം എക്സ് ആക്കി എടുക്കുന്നത്. സോ അത് ഇൻലെറ്റ് ആണ്. ഇവരിങ്ങനെയാണ് ഇൻലെറ്റ് മാക് നമ്പർ എം എക്സ്. സോ എം എക്സ് is given as 1.3. therefore Tx is given. our Tx ആണ് Tx equal to 218 Kelvin. Px equal to 0.118 bar. 0.18 bar. So here you want to find out my P0y also P0x കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് സെക്ഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കാം. റൈറ്റ്? So mx equal to 1.3, Tx equal to 2.8, Px equal to 0.118 bar. So initially to find the value for P0x and P0y, from the data we only get the value for P0x by P0y ആണ് കിട്ടുന്നത്. from data ഡയറക്റ്റ്ലി കിട്ടുകയാണ്. P0x by P0y ആണ് കിട്ടുന്നത്. സോ നമുക്ക് അല്ലെങ്കിൽ ഡാറ്റ കൊണ്ട് കിട്ടും P0y by Px കിട്ടും. റൈറ്റ്? P0y by Px കിട്ടും. സോ അവിടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ദ വാല്യൂ ഫോർ P0y. P0y by P0x P0x കണ്ടുപിടിക്കാം. അങ്ങനെയും ചെയ്യാം. സോ ഐസോട്രോപിക് ടേബിൾ വെച്ച് ഇങ്ങനെ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫ്രം വി ഹാഡ് ഗിവൺ ദാറ്റ് 1.3 മാക് നമ്പർ ആണ് ഇതിന്റെ from isomorphic table equal 1.3 mx problem from isomorphic table mx equal 1.3 gamma 1.4. take your table it is isomorphic table gamma 1.4 and Mach number equal to 1.3. Mach number equal to 1.3. okay, page number 32, right? 32. mx equal to 1.3. കാണുന്നുണ്ട്. സ്ക്രീൻ കാണില്ല? ഹലോ ഉണ്ടല്ലോ. കട്ടായ പോലെ തോന്നുന്നു. എന്ത് കിട്ടും നമുക്ക്? Ty/Tx കിട്ടും. Ty/Tx Ty/T0 കിട്ടുക അല്ലെ? Ty/T0 വാല്യൂ കിട്ടും. T/T0 വാല്യൂ അത് T/T0 ആണോ? എന്താണത്? T/T0 നമ്മൾ T1/T0 ഓതിയിട്ടുണ്ട്, T2/T0 ഓതിയിട്ടുണ്ട്, അങ്ങനെ പലത് ഓതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിരിക്കുന്നത് ഫ്രം ഐസോലേബിൾ mx equal to 1.3 ആണ്. mx ആണ് 1.3. അവിടെ mx equal to 1.3 വെച്ചിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ we are getting Tx/T0x. Tx/T0x ആണ് അവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ? എക്സിന്റെ ടേം വെച്ചിട്ട് നമ്മൾ പോവാം അല്ലേ? ശരിയല്ലേ? 0.747 Tx/T0x. also Tx/P0x will be 0.361. 0.361. ഇതെങ്ങനെ എടുത്തത് മനസ്സിലാകത്തില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യണം കേട്ടോ. കാരണം
MX ആണ് 1.3 നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡാറ്റ M1 ആണ് 1.3 എന്ന് നമ്മൾ ഡാറ്റ ബുക്കിൽ പോകുമ്പോൾ എന്താകുന്നത് T1 by T0 1. M2 ആണ് നമ്മൾ കൊടുത്തു പോകുന്നത് T2 by T0. So here MX is the value. So we are writing Tx by T0 x. So from here Tx is given value, Tx is given value. So you can find the value of T0 x and P0 x. Right? You can find the value for T0 x and P0 x. T0 x and P0 x. T0 x will be 0.747 into അതാണ്. പക്ഷേ T0 x നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. പ്രഷർ മാത്രം നോക്കി വെക്കാം കേട്ടോ. പ്രഷറിന്റെ വാല്യൂ മാത്രം നോക്കി വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ P0 x-ന്റെയും P0 y-ന്റെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ വിഷ്വലൈസർ ചെയ്ത് പോകേണ്ടി വരുന്നത്. So here Px is a known value, that is 0.118. So from here P0 x will be 0.361 into 0.361 into 0.118. 0.118. We will get the value for P0 x. That will be 0.32687 bar amount x over the what is the value of P0 x. ഇത് കിട്ടാൻ വേണ്ടി P0 x വാല്യൂ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഡാറ്റ ബുക്കിൽ വാങ്ങും, റൈറ്റ്? ഫോർ ഐസോലേറ്റ് ടേബിൾ. The all other things when we find out from that normal shock table itself. So P0 x ന്റെ വാല്യൂ കിട്ടി, right? Then from normal shock table, Mx equal to 1.3 and gamma equal to 1.4. From normal shock table, Mx is 1.3 and gamma 1.4. My, what is the value for My? My 1.3 means 1.30. Normal shock table. My is 0.786, right? M1 is 0.786. 0.786. My value is 0.786. And again you will get the value for P0 x by P0 y, right? P0 x by P0 y. Sorry, P0 y by P0 x. P0 y by P0 x will be the value again 0. What is P0 by P0 x? From data book. 0.979. Okay, very good. 0.979. 0.97. So already we got the value for P0 x from isotopy table, right? So P0 y നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. That is 0.32687. അത്രയാണ് വെച്ചാൽ മുഴുവൻ വാല്യൂ കിട്ടുക into 0.979. P0 y will be P0 x into 0.979. Therefore P0 y equal to 0.32 ആണോ? 0.32 വേറെ തന്നെയാണ് അല്ലേ? കാരണം 0.979 എന്ന് പറയുമ്പോൾ ഏകദേശം 1 തന്നെയാണ് അല്ലേ? ഇത് ഇപ്പോൾ ഇതിനെക്കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാവും. ഏകദേശം 0.32 കൊണ്ടാണ് കിട്ടുക. ആ ഒരു ലോജിക്ക് വെച്ചു. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ വി വാണ്ട് ടു ഫൈൻഡ് ദ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. Stagnation pressure loss. So the equation for stagnation pressure loss is a very important one. നമ്മൾ ഇതിനു ചെയ്തിട്ടില്ല. Stagnation percentage stagnation loss. The equation is P0 x minus P0 y divided by P0 x into 100. P0 x minus P0 y by P0 x into 100. അല്ലെങ്കിൽ 1 minus P0 y by P0 x into 100. 1 minus P0 y by P0 x into 100. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് P0 വൈയും P0 എക്സും വേറെ വേറെ കാണേണ്ട ആവശ്യമില്ല. ഫ്രം ഡാറ്റ ബുക്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് P0 വൈ P0 എക്സ്. പക്ഷേ നിങ്ങൾ രണ്ടും ചെയ്ത് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലാസ് എടുത്തത്. ഓക്കെ, ഹിയർ ദ ഇക്വേഷൻ becomes 1 minus P0 വൈ P0 എക്സ് itself. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്. സോ P0 വൈ P0 എക്സ് is the value you get from the data book, normal shock data book 0.979. Or you can find out the P0 x and P0 y separately to find the equation. Substitute the value and find the percentage loss. Percentage loss. Stagnation pressure loss. Stagnation percentage of stagnation pressure loss will be P0 x minus P0 y P0 x or 1 minus P0 y P0 x. What is the value?
1 minus 0.97 and into 100 കൊടുത്താൽ മതി. Is it 2.1 or something near to it? Yes, sir. 2.1. Yes, 2.1. Very good. 2.1 നിങ്ങൾക്ക് ചെയ്യുന്ന ഡെസിമൽ പോയിന്റ് ഉണ്ടോ 0.32687 ഒന്നും എല്ലാവരും ഒന്നും എടുത്ത് ചെയ്യണമെന്നുണ്ടാവില്ല. 0.326 മാത്രം എടുത്തിട്ടുണ്ടാവും, 327 എന്നൊക്കെ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നവർക്ക് 2.1 എന്നാൽ ചിലപ്പോൾ 1.9 ആവാം, 2.007 ആവാം, 0.138 ആവാം, 0.2 ആവാം, 2.2 ആവാം, അങ്ങനെ പലതും ആവാം. സോ ഡെസിമൽ പോയിന്റ് ചെറിയ മാറ്റമാകാൻ തന്നെ ഉത്തരത്തിൽ എല്ലാവർക്കും മാറ്റം വരും. സോ നിയർ എല്ലാവരും മാക്സിമം ഡെസിമൽ പോയിന്റ് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കും. റൈറ്റ്. So that is the problem. From this problem we had chosen isomorphic table and also non-show table. Okay. So that is for this session. One minute.